ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നെല്ലിക്ക അച്ചാർ ഇടുന്നത് വീഡിയോ അയച്ചാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നല്ല കാട്ട് നെല്ലിക്കയാണ്. ഇത് നമുക്ക് കിട്ടിയതാണ്. കാട്ടിൽ ഒരാൾ പോയി പറിച്ചുകൊണ്ട് നേരം തന്നതാണ് കുറച്ച്. അത് നമ്മൾ നല്ല വൃത്തിയിൽ കഴുകാൻ എടുക്കുന്നുണ്ട്. നല്ല നെല്ലിക്കയാണ്. പിന്നെ അത് നമുക്ക് അച്ചാറിടാന്ന് വിചാരിച്ച് കുറച്ച് കഴുകുന്നുണ്ട്. കഴുകാനൊരു ഇതിലിട്ടിച്ച് അതിന് നല്ലോണം അതിൻ്റെ ഇലകളെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞിച്ച് നല്ലോണം കഴുകുക. ഇത് കുറച്ച് നമ്മൾ കാശ്മീരി മുളക് പുഴുങ്ങിച്ച് അരക്കാനാണ് അച്ചാറിലേക്ക്. നെല്ലിക്ക കഴുകിച്ച് പുഴുങ്ങാൻ വെക്കുന്നുണ്ട്. ഇവിടെ പിന്നെ പുഴുങ്ങുന്ന ചെമ്പില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഇഡ്ഡലി തട്ടിലിട്ടിച്ചാണ് പൊങ്ങുന്നത്. പുഴുങ്ങാനായി ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഒന്നിങ്ങനെ നല്ല ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ കളറെല്ലാം മാറും. അപ്പോൾ അവിടെ തന്നെ ഒന്ന് എടുത്താൽ മതി. അധികം ആവി കയറുമൊന്നും വേണ്ട, കുറച്ച് ചൂടായാൽ മതി. അപ്പോൾ ആ കളർ മാറുമ്പോൾ എടുക്കാം നമുക്ക്. അങ്ങനെ നെല്ലിക്കെല്ലാം പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ഗ്യാസ് ഓഫാക്കിച്ച് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. നല്ല സൂപ്പർ മണമെല്ലാം ഉണ്ട്. കാട്ടുനെല്ലിക്കായതുകൊണ്ട് നല്ല ഔഷധ ഗുണം കൂടുതലാണ് നീനി. അങ്ങനെ അതെല്ലാം എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ നമുക്ക് അച്ചാറിൻ്റെ പണി നോക്കാം. ഇനി ഇത് നല്ലൊരു പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അധികം അങ്ങനെ ആവി കയറ്റിച്ചൊന്നുമില്ല. നമ്മൾ കളറ് ജസ്റ്റ് മാറിയിച്ചേ ഉള്ളൂ. പിന്നെ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം. നല്ലോണം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ വെള്ളമെല്ലാം ഒന്ന് ചട്ടി നാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പിന്നെ എള്ളെണ്ണയിലാണ് അച്ചാറാക്കുന്നത്. പിന്നെ അച്ചാറിന് പിന്നെ എള്ളെണ്ണ തന്നെയല്ലേ എടുക്കുക. അപ്പം ചട്ടി നല്ല വെള്ളത്തിൻ്റെ പറ്റലങ്ങ് മാറിക്കഴിഞ്ഞ് നമുക്ക് എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കാം. എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അത് കുറച്ചൊരു നല്ല ഇതിൽ തന്നെ ഒഴിച്ച് കൊടുക്കണം. കുറച്ചധികം വേണം എണ്ണ. എന്നുവെച്ചാൽ അതിലേക്ക് നമുക്ക് കടുവും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. കടുവും ഉലുവയും ഇങ്ങനെ പൊട്ടുന്നുണ്ട്. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് പിന്നെ തീ കുറച്ച് വെക്കണേ. തീ അധികം ആക്കി വെക്കരുത്. തീ കുറച്ച് വെച്ചിട്ട് അധികം കരിഞ്ഞ മണം വരും. അതുകൊണ്ടാണ് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെക്കണം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ കടുകും പിന്നെ ഉലുവയെല്ലാം നല്ലോണം പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇഞ്ചി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നു. അത് നല്ല ക്രിസ്പി ആകണം. ഇഞ്ചി വെള്ളെണ്ണയിൽ കിടന്നിച്ച് നല്ല ക്രിസ്പി ആയാൽ പിന്നെ നമുക്ക് പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിച്ച് നല്ലോണം ഇളക്കുക. എല്ലാം നല്ലോണം കുറച്ചൊരു നല്ലോണം ക്രിസ്പി ആകുന്നവരെ ആക്കിയാലാണ് നല്ലത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കുറച്ച് ലാവിഷായിച്ച് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നെല്ലിക്ക അച്ചാറിൽ എല്ലാം കുറച്ചധികം തന്നെ വേണം. എന്നുവെച്ചാൽ അതെല്ലാം കൂടി നല്ലോണം എള്ളെണ്ണയിൽ കിടന്ന് മൊരിച്ചെടുക്കണം. മൊരിച്ചെടുത്ത് നല്ലോണം ഇളക്കി എല്ലാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യാൻ. അല്ലെങ്കിൽ കരിഞ്ഞ മണം വരും അച്ചാറിന്. ഫ്ലെയിം മീഡിയം ടു ലോയിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്താൽ മതി. അത് ഇപ്പം നല്ല നല്ല മൊരിഞ്ഞ് എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് പിന്നെ നമ്മളിനി മുളക് അരച്ചത് പറഞ്ഞു കൊടുത്തേ. നമ്മൾ കാശ്മീരി മുളക് പുഴുങ്ങിച്ചില്ലേ, അത് നല്ലോണം അച്ചി പോലെ അരച്ചിച്ച് ഇതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുത്ത് അതിട്ട് പിന്നെ ഉലുവ പൊടിച്ചത്, കടുക് പൊടിച്ചത്, കായം പൊടിച്ചത് എല്ലാം നമ്മൾ നേരാന്ന് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിച്ച് പിന്നെ എല്ലാം ഒന്ന്
ആ മിശ്രിതത്തിൽ മുളകിൻ്റെ ഇതിലേക്കെല്ലാം ജോയിൻ്റായി നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം അച്ചാറിൽ ഒഴിച്ചു കൊടുക്കും. ഇത് ഞാൻ വീണ ചേച്ചീൻ്റെ അച്ചാർ റെസിപ്പിയിൽ നിന്ന് കണ്ടുപിടിച്ചതാണ്. വീണ ചേച്ചി എല്ലാ അച്ചാറിലും തിളപ്പിച്ചാറ്റിയ വെള്ളം ഒഴിക്കും. അതിന് ശേഷമാണ് ഞാനും ഒഴിക്കാൻ തുടങ്ങിയത്. വീണ ചേച്ചീൻ്റെ അച്ചാർ റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യൽ. എന്നിട്ട് പിന്നെ നമുക്ക് അതിൽ കുറച്ച് സുർക്കി ഒഴിച്ചു കൊടുക്കാം. അതും എല്ലാം കൂടി ഒന്ന് നല്ലോണം പതച്ച് വരണം. ഇതെല്ലാം കൂടി വെള്ളവും സുർക്കിയും എല്ലാം കൂടിയായി എണ്ണയെല്ലാം നല്ല തെളിഞ്ഞ് വരും. കുറച്ച് സമയം കൂടി നമ്മൾ ഇളക്കി കൊടുത്താൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്നെല്ലാം നോക്കാം. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ഏകദേശം എല്ലാം റെഡിയായി വന്ന് ഇനിയിപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പുഴുങ്ങി വെച്ച നെല്ലിക്ക ഇട്ട് കൊടുക്കുന്നു. കുഞ്ഞു നെല്ലിക്കയാണ് അത്. നമ്മൾ വീഡിയോയിൽ കാണുന്നതല്ല, ചെറിയ നെല്ലിക്കയാണ്. നല്ല രുചിയുള്ള, പച്ച കഴിക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഉപ്പിലും ഇട്ട് കുറച്ച് അച്ചാറും ആക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഇടുന്നൊരു ഫ്രണ്ട് കൊണ്ട് കൊടുത്തതാണ് എൻ്റെ ഭർത്താവിന്. പിന്നെ അത് എല്ലാം കൂടി സെറ്റായി. നെല്ലിക്ക ഇട്ടിച്ച് പിന്നെ അങ്ങനെ പതക്കമൊന്നും വേണ്ട. നെല്ലിക്ക ഇട്ട് എല്ലാം കൂടി ഒന്ന് സെറ്റായി ചെറിയൊരു തിള വരുമ്പം തന്നെ നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിച്ച് കായത്തിൻ്റെ കുറച്ച് മണം കുറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കായം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് പിന്നെ കട്ടിക്കായല്ല, ഇടുന്നെല്ലാം കിട്ടും ഒരു പൊടിക്കായാണ്. അതുകൊണ്ട് എനിക്കത് അത്ര ഒരു അതിന് മണം കുറവാണ്, അതാണ് ഇട്ട് കൊടുത്തത്. നമ്മളെ നാട്ടിലെല്ലാം കിട്ടുന്ന നല്ല കട്ടിക്കായം ഇട്ട് വറുത്ത് പൊടിച്ചിട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും. അതില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. പക്ഷെ എന്നാലും സൂപ്പറാണ് ടേസ്റ്റ്. ഇങ്ങനെ എങ്ങനെയാക്കിയാലും സൂപ്പർ തന്നെ നെല്ലിക്ക. ഇനി ഈ നെല്ലിക്ക ഇങ്ങനെ നമ്മൾ മുവന്നെ ഇടുന്നില്ലെങ്കിൽ അത് പീസാക്കി ചുട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ അച്ചാറിടാം. പുഴുങ്ങിച്ച് നമുക്ക് പീസാക്കാൻ നല്ല എളുപ്പമാണ്. എല്ലാം കൂടി എല്ലാം ഓക്കെയാണ്. അപ്പോൾ ഇനി കുറച്ച് കുറച്ച് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും എനിക്ക് മേലെ. എന്നാൽ അത് ഒരു രസമാണ് പഞ്ചസാര. അപ്പം നമ്മൾ പഞ്ചസാരയും കുറച്ച് ഇട്ട് കൊടുക്കും. പിന്നെ എല്ലാം കൂടെ ഗ്യാസെല്ലാം ഇനി ഓഫാക്കാം. ഗ്യാസെല്ലാം ഓഫാക്കി പഞ്ചസാര ഇട്ട് നമുക്ക് ഈച്ച് വെക്കാം ഗ്യാസം വന്ന്. പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര അധികം വേണ്ട. കുറച്ച് കഴിയുമ്പോൾ ഒരു മധുര എരുവെല്ലാം നല്ല പാകാഴ്ച വരും. കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് ഗ്യാസെല്ലാം ഓഫാക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു. ഗ്യാസിൻ്റെ ഫ്ലെയിമെല്ലാം ഓഫാക്കി നമ്മളെല്ലാം സെറ്റായി. അങ്ങനെ നെല്ലിക്ക അച്ചാറെല്ലാം സെറ്റായി. അടിപൊളി, സൂപ്പറാണ് ടേസ്റ്റ്. സൂപ്പറാണ്. ഒരു നെല്ലിക്ക മതി ചോറ് തിന്നാൻ. ഒരാഴ്ച കഴിഞ്ഞാൽ നമ്മൾ കുപ്പിയിലാക്കി വെച്ചിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ എങ്കിൽ എല്ലാം ഇതിൽ പിടിക്കണം നെല്ലിക്കയിൽ. അങ്ങനെ നെല്ലിക്കയെല്ലാം സെറ്റായി നമുക്ക് നല്ല കഴുകി ഉണക്കി വെച്ച കുപ്പിയിൽ നിറച്ച് വെക്കാം. അങ്ങനെ നമ്മളെ നെല്ലിക്കയെല്ലാം കൂടി ഈ ജാറിൽ ഗ്ലാസിൻ്റെ ജാറാണ്. പ്ലാസ്റ്റിക്കിലൊന്നും ഞാൻ അച്ചാറുകളൊന്നും ഇട്ട് വെക്കല്ല. ഞാനെല്ലാം ഗ്ലാസിൻ്റെ കുപ്പിയിലേ ഇട്ട് വെക്കലുള്ളൂ. അങ്ങനെ നമ്മളതിലേക്ക് വെക്കുന്നുണ്ട് നെല്ലിക്ക അച്ചാർ. ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനത്തെ നല്ല ചെറിയ നെല്ലിക്ക കിട്ടുന്നുണ്ടെങ്കിൽ, ചെറിയ നെല്ലിക്ക അച്ചാറിട്ടാൽ തന്നെയാണ് ടേസ്റ്റ്. വലിയ നെല്ലിക്ക അച്ചാറിട്ടാൽ ടേസ്റ്റൊന്നും അത്ര ഉണ്ടാവില്ല. ഇത് ഇങ്ങനെ എല്ലാവർക്കും കിട്ടുമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറാണ്, ടേസ്റ്റ് അടിപൊളിയാണ്. നമുക്ക് കഞ്ഞിക്കെല്ലാം കൂട്ടാൻ നല്ലതാണ് അച്ചാർ, നെല്ലിക്ക അച്ചാർ. അങ്ങനെ 2 കുപ്പിയിലയച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സൈഡെല്ലാം നല്ലോണം തുടച്ച് എന്നുവെച്ചാൽ നമ്മൾ സെറ്റാക്കി വെക്കും. ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രുചിയുണ്ടാവും. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു നല്ല വീഡിയോ അയച്ച് ഇനിയും വരാം. പിന്നെ ഓക്കേ, ബായ്.